ഹലോ ഗൈസ്, അനിമൽ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1187 സ്പോയിലേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കണേ. സോ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ചാപ്റ്ററിന്റെ പേര് റിംഗ് ലീഡർ എന്നാണ്. ചാപ്റ്ററിന്റെ കവർ പേജിൽ കാണാൻ കഴിയുന്നത് നമ്മുടെ സാഞ്ചിയുടെ ചേച്ചി ഉണ്ടല്ലോ, റെയ്ജു. അവള് ഒരു കറുത്ത കളറുള്ള താറാവിനെ അതിന്റെ അച്ഛന്റെ സഹോദരങ്ങളുടെ അടുത്ത് നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുകയാണ്. ഇപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ ആ താറാവിന്റെ കണ്ണും ഹെയർ സ്റ്റൈലും ഒക്കെ നമ്മളുടെ സാഞ്ചിയുടെ കൂട്ടാണ്. അതേപോലെ തന്നെ അതിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന അതിന്റെ സഹോദരങ്ങൾക്കാണെങ്കിൽ വിൻസ്മോക്ക് ജഡ്ജിന്റെയും പിന്നെ ബാക്കി മക്കളുടെയും മുഖഛായയുണ്ട്. സോ സാഞ്ചിയെ റിയൽ ലൈഫിൽ അവന്റെ ചേച്ചി പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചതിന്റെ ഒരു താറാവ് വേർഷൻ. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ലൂഫി ഇമുവിനിട്ട് നല്ലൊരു പഞ്ച് കൊടുക്കുന്നതാണല്ലോ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ കണ്ടത്. ഇമു ഇപ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതായത് രണ്ട് കൈയിൽ നിന്നും ഡീമോണിക് എനർജി ലൂഫിക്കും ലോക്കിക്കും നേരെ ഇമു ഷൂട്ട് ചെയ്യുകയാണ്. അതേപോലെ തന്നെ പൊട്ടിക്കാൻ സാധിക്കാത്ത ഒരു ഐസ് ബ്ലോക്കിലേക്ക് ലോക്കിയെ പിൻ ചെയ്തു വെക്കുന്നുണ്ട്. പക്ഷേ റാഗ്നർ ആ ഐസിൽ അടിക്കുമ്പോൾ ആ ഐസ് ഉരുകി പോകുന്നുണ്ട്. അതേപോലെ തന്നെ ലോക്കിയുടെ ചെസ്റ്റിന്റെ അവിടെ ആയിട്ട് ഇമു ഒരു ടോക്കിംഗ് ഫ്ലെയിം, അതായത് സംസാരിക്കുന്ന ഒരു ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ശേഷം ഒരു വലിയ സോഡ് ലോക്കിയുടെ ദേഹത്തൂടെ ഇമു കുത്തി ഇറക്കുകയാണ്. അതായത് ആ ടോക്കിംഗ് ഫ്ലെയിം ഉള്ള ആ സ്പോട്ടിലൂടെ. ഇപ്പോൾ ഇമു ലോക്കിക്കെതിരായിട്ട് യൂസ് ചെയ്യുന്ന അറ്റാക്കിന്റെ പേരാണ് സ്റ്റിഗ്മ, അതായത് ഡീമോണിക് സോഡ്. സോറോ ഇപ്പോൾ ഈ പോർട്ട് ഏരിയയിൽ സോമേഴ്സുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റേൺ വില്ലേജിലെത്തിയ സാഞ്ചി കില്ലിംഗ്ഹാമുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സാഞ്ചി ഫാൻസിന് ഒരു സന്തോഷ വാർത്തയുണ്ട്. സാഞ്ചിക്ക് കോൺഗ്രേറ്റ്സ് ആക്കി കിട്ടുമോ എന്നുള്ള സംശയമായിരുന്നു അവരെപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നത്. അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഗബാൻ സാഞ്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കോൺഗ്രേറ്റ്സ് ആക്കി യൂസറിന്റെ ക്വാളിറ്റീസ് സാഞ്ചിക്കുണ്ട് എന്ന്. ഗബാൻ സാഞ്ചിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ലൂഫി ഒരു പൈറേറ്റ് കിങ് ആകണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ആദ്യം ഒരു കിങ് ആയിട്ട് മാറണം. സോ ഇപ്പോൾ ഈ ഫൈറ്റിനിടയിൽ ഇതൊക്കെ സാഞ്ചി ഓർത്തെടുക്കുന്നുണ്ട്. സോ അപ്പോൾ സാഞ്ചിക്ക് ഒരു പവർ അപ്പ് വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ അവസാനം ലൂഫി ഗിയർ 5 ഫോമിൽ ഇമുവിന്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. ഇത് കണ്ട ഇമു ഇപ്പൊ പറയുന്നുണ്ട്, അവസാനം നീ വന്നല്ലടാ. ഇപ്പൊ ഇത് കേട്ടിട്ട് ലൂഫിക്ക് ആകെ കലിപ്പാവുന്നുണ്ട്. ലൂഫി പറയുന്നുണ്ട്, ഇതെന്തിനാ എന്നെ ഈ വേറെ പേരിലൊക്കെ വിളിക്കുന്നത്? എന്റെ പേര് ലൂഫി എന്നാണ്, ആൻഡ് ഞാൻ പൈറേറ്റ് കിങ് ആകാൻ പോകുന്നവനാണ്. സോ അപ്പോൾ സെയിൻ നെറോണ ഇമു വേഴ്സസ് മങ്കി ഡി ലൂഫി, ആ ഒരു എഡിറ്റേഴ്സ് നോട്ടിൽ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ സ്പോയിലേഴ്സ് കേട്ടിട്ട് എന്തായാലും ഈ ചാപ്റ്റർ തീയാണ്, അടുത്ത ചാപ്റ്റർ കാട്ടു തീയായിരിക്കും. അത് നമുക്ക് അടുത്ത ആഴ്ച തന്നെ കിട്ടുകയും ചെയ്യും. കാര്യം അടുത്ത ആഴ്ചയും ബ്രേക്ക് ഇല്ല. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.